വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അതീവ ഗൗരവതരമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. BJPക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് VD സതീശൻ സർക്കാരെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. മതനിരപേക്ഷതയെ തന്നെ അങ്ങേയറ്റം തകർക്കാൻ ഉതകുന്ന നിലയിൽ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സന്ദർഭത്തിലും ശക്തിയായിട്ടുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വന്ദേമാതരം എന്ന കാര്യം നമുക്കറിയാം. ഇന്നും വിവരങ്ങളുമായി സന്തോഷ് ചേരുണ്ട്. സന്തോഷ്, ഇപ്പോൾ ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അതീവ ഗൗരവതരമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. BJPക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് VD സതീശൻ സർക്കാരെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായില്ലേ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയത് യാദർച്ഛികമായിട്ടുള്ള സംഭവമല്ല. അത് കൃത്യമായിട്ടും RSS അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ UDF സർക്കാർ നടപ്പിലാക്കിയതാണ് എന്നുള്ളതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ ഒന്നു തന്നെയാണ്. സാമ്പത്തികമായ നയങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നയങ്ങളുമെല്ലാം ഒരേ രീതിയിൽ യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണ്. എന്നാൽ അതിന്റെ മുഴുവൻ ഭാഗങ്ങളും അത് കൃത്യമായി RSS അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാക്കളായ ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെ ഈ വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും ആലപിക്കുന്നതിനെ എതിർക്കുകയും അത് മതനിരപേക്ഷതയ്ക്ക് എതിരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ന് വന്ദേ മാതരം പാടാനായി ഉത്തരവിറക്കുകയാണ് സർക്കാർ ചെയ്തത്. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇത് പാടിയതാണ്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴാകട്ടെ ഇത് സർക്കാരിന്റെ വകുപ്പ് തന്നെ ഉത്തരവായി പുറത്ത് ഇറക്കിയതാണ്. ഇതിൽ നിന്നും അതുകൊണ്ട് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ VD സതീശന് കഴിയില്ല എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. BJPക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് VD സതീശൻ ഗവൺമെന്റ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ക്വിസ് മത്സരത്തിന് വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയതിലും RSS അജണ്ട നടപ്പാക്കുകയാണ് ചെയ്തതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഈ ചോദ്യം ഉണ്ടാക്കിയത് കൃത്യമായും ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ അബദ്ധം സംഭവിച്ചതല്ല. അത് കൃത്യമായിട്ടും ഈ സവർക്കറെ ഒരു മഹത്വവൽക്കരിക്കുക എന്നുള്ള RSSന്റെ അജണ്ട നടപ്പാക്കുകയാണ് ഈ കാര്യത്തിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയും കേരളത്തിലെ UDF സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഇതുവഴി തെളിയുന്നത്. ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ തുടർച്ചയായ BJPയുടെയും RSSന്റെയും അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ് ഇപ്പോൾ UDF സർക്കാർ ചെയ്യുന്നതെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. ശരി, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അതീവ ഗൗരവതരമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. BJPക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് VD സതീശൻ സർക്കാരെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ BJP ഭരിക്കുന്നില്ല എങ്കിൽ പോലും BJPയുടെ ഓരോ അജണ്ടകളും പ്രാവർത്തികമാക്കാനുള്ള പ്രധാന കണ്ണിയായി തന്നെ VD സതീശൻ സർക്കാർ മാറിയെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.